നമസ്കാരം. എല്ലാവർക്കും സ്നേഹ അഭിവാദനങ്ങൾ. സമകാലീന സംഭവങ്ങളെ അപഗ്രഥിച്ച് ഇനി നമ്മുടെ ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന വിഷയമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ലോകം വളരെ അനിശ്ചിതത്വത്തിലേക്ക് വന്നിരിക്കുകയാണ്. എങ്കും ആശങ്കയാണ്. സാമ്പത്തികമായ പരാധീനത, രാഷ്ട്രീയമായ കോളിളക്കങ്ങൾ, യുദ്ധങ്ങൾ, കലാപങ്ങൾ, ഭീകരവാദം, ഭീകരതാണ്ഡവം, ധാർമ്മിക അധപ്പതനം, അസാൻമാർഗിക ജീവിതം, ലോകമെല്ലാം വലിയ കുഴപ്പത്തിലാണ്. ഇതെന്തുകൊണ്ട്? ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ? ഇതിനുള്ള പരിഹാരം നമുക്ക് എവിടെ ലഭിക്കും? ഇനി ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാനുള്ള വഴിയുണ്ടോ? ശാസ്ത്രജ്ഞന്മാരും സാമ്പത്തിക വിദഗ്ധന്മാരും വിദ്യാഭ്യാസ വിഷന്മാരും ഒക്കെ ഇതിനെ അപഗ്രഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ അവർക്കൊന്നും ഒരു ഉത്തരം കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നും അവർക്ക് പറയാൻ കഴിയുന്നില്ല. ഏതെങ്കിലും പരിഹാരം നിർദ്ദേശിക്കുവാനും അവൻ കഴിയുന്നില്ല. എന്നാൽ വളരെ നിശ്ചിതമായിട്ട് ഞാൻ പറയട്ടെ, ഒരാൾക്ക് മാത്രമേ ലോകത്തിന് എന്ത് സംഭവിക്കും എന്ന് പറയുവാൻ കഴിയുള്ളൂ. ആ ആൾ മാത്രമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ദൈവം ഇതെങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? ദൈവം തനിക്ക് തന്റെ വാണിയായ ബൈബിൾ കൂടെ ഇത് വ്യക്തമാക്കി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ബൈബിൾ അനുസരിച്ച് ദൈവം ലോകത്തെ സൃഷ്ടിച്ചു. 3 വാക്കുകളിൽ ലോക ചരിത്രത്തെ നമുക്ക് അപഗ്രഥിക്കാൻ കഴിയും. ജനറേഷൻ ഓർ ക്രിയേഷൻ, സൃഷ്ടി അല്ലെങ്കിൽ ഉൽപ്പത്തി. ഡീജനറേഷൻ, വീഴ്ച, അതായത് പാപത്തിൽ മനുഷ്യൻ വീണു. ഓർ റീജനറേഷൻ, പാപത്തിൽ നിന്ന് വീണ മനുഷ്യനെ വീണ്ടെടുക്കുന്നു. ഇതാണ് ലോക ചരിത്രം. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ചരിത്രം. ബൈബിൾ ഈസ് ദ ബയോഗ്രഫി ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യന്റെ ബയോഗ്രഫിയാണ് ബൈബിൾ. മനുഷ്യൻ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന പുസ്തകം ബൈബിളാണ്. അതനുസരിച്ച് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1 മുതൽ 12 വരെ ബൈബിൾ വായിക്കണം. ബൈബിൾ മനുഷ്യന് ദൈവം നൽകിയ കൈപ്പുസ്തകമാണ്. അതുമാത്രമല്ല, മനുഷ്യ ചരിത്രം, ഭൂതം, വർത്തമാനം, ഭാവി വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് ബൈബിൾ. ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥമല്ല, യഹൂദന്റെ ഗ്രന്ഥമല്ല. ബൈബിൾ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് നൽകിയ കൈപ്പുസ്തകമാണ്. ആ കൈപ്പുസ്തകം ഇറ്റ്സ് ഓപ്പറേഷൻ മാനുവൽ. നാം ഓപ്പറേഷൻ മാനുവൽ അനുസരിച്ച് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ബൈബിൾ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ഏറ്റവും ജീവിതത്തെ പറ്റി അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. നാം എവിടെ നിന്ന് വന്നു, എങ്ങേട്ട് പോകുന്നു, എങ്ങനെ ജീവിക്കുന്നു ഒക്കെ മനസ്സിലാക്കാം. അത് മാത്രമല്ല, ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇന്ന് സംഭവിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് ഈ ബൈബിൾ നമുക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബൈബിൾ ഇസ് എ ബുക്ക് ഓഫ് പ്രൊഫസി. ഇഫ് യു വാണ്ട് ടു നോ ഫ്യൂച്ചർ, നമ്മുടെ ഭാവി എന്താണെന്ന് അറിയാൻ വളരെ വ്യക്തമായി ആധികാരികമായ പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിൾ ഇസ് ദ ഇൻസ്പയർഡ്, ഇൻഫാലിബിൾ, ഇന്നറന്റ്, ഇറ്റേണൽ വേർഡ് ഓഫ് ഗാഡ്. ദൈവനിശ്വാസ്യമായ ദൈവത്തിന്റെ വാണിയാണ്, മാറ്റമില്ലാത്ത, തെറ്റില്ലാത്ത. ഇതുവരെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ സംഭവിച്ചു, ഇനിയും അത് സംഭവിക്കും, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, ഇന്ന് ഇസ്രായേൽ നടക്കുന്ന ഗസ നിർജ്ജനമാകാൻ പോവുകയാണ്. ഹമാസും ഹൂത്തിയും ഹെസ്ബുള്ളയും ഇസ്ലാമിക് ജിഹാദും ISIയും എല്ലാം കൂടെ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ഇവരെല്ലാം സഫിന്യാവിലെ, ഐസായിലെ, യെരമ്യാവിലെ എല്ലാത്തിലും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. ഇസ്രായേലിന്റെ കഷ്ടകാലമാണ്. ഇസ്രായേൽ വലിയ യുദ്ധത്തെ നേരിടാൻ പോവുകയാണ്. റഷ്യൻ ഇൻവേഷൻ വരാൻ പോകുന്നു. അർമഗദോൻ യുദ്ധം വരാൻ പോകുന്നു. ഇതെല്ലാം ഇസ്രായേലിനുള്ള ബന്ധത്തിലാണ്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്രം എന്ന് പറയുന്ന ഇസ്രായേൽ, ആ കൊച്ചു രാജ്യമായ ഇസ്രായേലാണ്. ഇസ്രായേൽ അനുഭവിക്കുന്നതിന്റെ എല്ലാത്തിന്റെയും കാരണം അവർ ദൈവത്തെ മറന്നു എന്നുള്ളത് കൊണ്ടാണ്. അവർക്ക് 3500 വർഷത്തെ ചരിത്രമുണ്ട്. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചു. അബ്രഹാം, ഇസാക്ക്, യാക്കോബിന്റെ സന്തതിയായിട്ട് ഇസ്രായേൽ ലോകമെങ്ങും പരക്കുകയാണ്. എന്നാൽ അവർ ദൈവത്തെ നിഷേധിച്ചത് കൊണ്ട് ധാരാളം യുദ്ധങ്ങളിൽ അവർ ഏർപ്പെടേണ്ടി വന്നു, അക്രമങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു. അവർ ഇന്ന് ലോകം മൊത്തം ചുറ്റി നടക്കുകയാണ്. എന്നാൽ നാം വായിക്കുന്നത് പോലെ അത്തി തളിർക്കും, ഇസ്രായേൽ പുനർജീവിക്കും എന്ന് എസെക്കിയേലിന്റെ പുസ്തകം 38, 39, 40 നാം കാണുന്നുണ്ട്. അതാണ് കണ്ടത്. അത്തി തളിർത്തു. 1948 മെയ് 14 ഇസ്രായേൽ പുതിയൊരു രാജ്യമായി. ഒരു രാത്രി കൊണ്ട് രാജ്യം ഉണ്ടാകുമോ? അതാണ് സംഭവിച്ചത്. ബൈബിൾ പറഞ്ഞത് അതുപോലെ യാഥാർത്ഥ്യമായി. എന്നാൽ ഇനിയും ചിലത് സംഭവിക്കാനുണ്ട്. ഇന്ന് നടക്കുന്ന ആക്രമണം, ഒക്ടോബർ 7 തുടങ്ങിയ ആ വലിയ ആക്രമം, അതിഭീകരമായ ആക്രമം, ഇന്നും യുദ്ധമാണ്. എത്രയോ പലസ്തീനികൾ, എത്രയോ യഹൂദന്മാർ, എത്രയോ ഇന്നസെന്റ് ആൾക്കാർ കൊല ചെയ്യപ്പെട്ടു. മനുഷ്യനെ കൊല്ലുന്നത് തെറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് യുദ്ധമാണെങ്കിലും മനുഷ്യനാണ്. പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ പേരിൽ കൊല ചെയ്യുന്നത് തെറ്റാണ്. രക്തം ചൊരിയാൻ പാടില്ല. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. കൊല ചെയ്യരുത്, ദൈവത്തിന്റെ കൽപ്പനയാണ്. നീ ഏത് മതമാണെങ്കിലും കൊലം ചെയ്യുവാൻ അവകാശമില്ല. നിന്റെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നിയമപരമായി നേരിടുക. അത് ദൈവത്തെ അറിയിക്കുക. ക്ഷമിക്കാനും സഹിക്കാനും കരുണ കാണിക്കാനുമാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ന് നാം നടക്കുന്ന കാര്യങ്ങൾ നടന്നേ മതിയാവും. എന്താണ്? കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. കഴിഞ്ഞ 2000 വർഷം മുമ്പ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വീണ്ടും വരുമെന്ന്. നിങ്ങൾ എന്നെ കാത്തിരിക്കണം. നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു. കഴിഞ്ഞ 2000 വർഷമായി നടക്കുകയാണ്. എന്താണ് പറയുന്നത്? യേശുക്രിസ്തു വീണ്ടും വരുന്നു, യേശുക്രിസ്തു വീണ്ടും വരുന്നു. അതാണ് യാഥാർത്ഥ്യം. അതിന്റെ തെളിവുകളാണ് ഇന്ന് മത്തായി 24 നിന്ന് ചില കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മത്തായി 24 കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി ചില അന്ത്യ സംസാരം
നടത്തുകയാണ്. പ്രാവചീനവുമായ ചില കാര്യങ്ങൾ താൻ പറയുകയാണ്. താൻ മരിക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുൻപാണ് താൻ ശിഷ്യന്മാരുടെ അടുത്ത് പറയുകയാണ്, താന് യെരുശലേം ദേവാലയത്തിന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. ആ ദേവാലയത്തിന്റെ പണി കൊണ്ടുകൊണ്ട് എത്ര സുന്ദരമായിരിക്കുന്നു എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോ യേശുക്രിസ്തു പറഞ്ഞത്, കല്ലിന്മേൽ ശേഷിക്കാതെ ഈ ആലയം മാറ്റപ്പെടും. മത്തായി സുവിശേഷം 24:1. യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചെൻ്റെ അടുക്കൽ വന്നു, അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. യേശു 4-5 കാര്യങ്ങൾ പറയുകയാണ്. ലോകാവസാനം, ഇവിടെ ഈ ലോകം അവസാനിക്കും. ലോകം അവസാനിക്കും എന്ന് പറഞ്ഞാൽ ഈ ഏജ് ഇത് തീരും. പല യുഗങ്ങളായിട്ടാണ് ദൈവം ഈ ലോകത്തിന്റെ ചരിത്രത്തെ നിയന്ത്രിക്കുന്നത്. ഏജ് ഓഫ് ഇന്നസെൻസ്. ലോകം തുടങ്ങിയത് നിഷ്പാപ യുഗമായിരുന്നു. ഏദൻ തോട്ടത്തിൽ ദൈവം ആദമിനെ ഹവ്വായെയും സൃഷ്ടിച്ചപ്പോൾ അവർ പാപികളായിരുന്നില്ല, നിഷ്പാപയുഗമാണ്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവ സാന്നിധ്യം ഇല്ലാതെ പോകുന്നതാണ് പാപം എന്ന് പറയുന്നത്. ആദമും ഹവ്വയും ദൈവ സാന്നിധ്യം വിട്ടു. അതുകൊണ്ടാണ് ദൈവം തന്നെ, യഹോവയായ ദൈവം തന്നെ, ആദമേ നീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു. ഇതാ ആദമും ഹവ്വായ്ക്കും ദൈവം ഒരു രക്ഷ നൽകുന്നു. പറയുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ ചതയ്ക്കും. അങ്ങനെ യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ഇതാ ജനിക്കുകയാണ്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുവിന്റെ വംശാവലി എന്നാണ് മത്തായി 1 നാം വായിക്കുന്നത്. ആ യേശുക്രിസ്തു ഇവിടെ വന്നു, താൻ ജീവിച്ചു, 33 വർഷം ഇവിടെ ജീവിച്ചു. അതിനുശേഷം താൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ്. താൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു, അടുത്തത് വരും. ഇവിടെ ഈ ദേവാലയത്തിന്റെ പണിയെപ്പറ്റി പറയുമ്പോൾ ഇതെന്ത് സംഭവിച്ചു ചോദിച്ചപ്പോൾ ചരിത്രത്തിൽ AD 70 അത് സംഭവിച്ചു. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. AD 70 ആ ദേവാലയം ആക്രമിക്കപ്പെട്ടു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ആക്രമിക്കപ്പെട്ടു, അത് ചുട്ടരിക്കപ്പെട്ടു. അങ്ങനെ വീണ്ടും ഇസ്രായേൽ യഹൂദന്മാർ ലോകമൊത്തം ചിതറിപ്പെട്ടു. AD 70 മുതൽ, പണ്ട് ശലോമോന്റെ കാലത്ത് മുതൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയ ആൾക്കാർ മുതൽ തിരിച്ച് യെരുശലേമിലേക്ക് തിരികെ വരുവാനുള്ള വലിയ പ്രാർത്ഥനയുമായി കഴിയുകയാണ്. അങ്ങനെ 1948 മെയ് 14 ശേഷം ഉണ്ടായ ആ ഇസ്രായേലിന്റെ പുനഃസ്ഥാപനത്തിന് ശേഷം നൂറുകണക്കിന്, ആയിരക്കണക്കിന് യഹൂദന്മാർ ഇസ്രായേലിലേക്ക് തിരികെ വരികയുണ്ടായി. ധാരാളം യുദ്ധങ്ങൾ നടന്നു. 48, 56, 70, 73, 67 എല്ലാം യുദ്ധങ്ങൾ നടന്നു. ഇസ്രായേൽ ഇന്നും യുദ്ധത്തിന്റെ ഭീതിയിലാണ്. ഒക്ടോബർ 7 മുതൽ 2024 7 മുതൽ ഇത് നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇതിനൊരു അന്ത്യം വരുമോ? യേശുക്രിസ്തു പറഞ്ഞു, താൻ വരും, ഇതിനൊരു വ്യത്യാസം വരുത്തും. ഒന്നാമത്തെ കാര്യം, എന്റെ വരവിന്റെ ഒരു ലക്ഷണം, നിങ്ങൾ, യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ഒന്നാമത്തെ കാര്യം, യേശു ക്രിസ്തു ആണെന്ന് പറഞ്ഞുകൊണ്ട്, വിമോചകനാണെന്ന് പറഞ്ഞുകൊണ്ട്, രക്ഷകനാണെന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങളെ രക്ഷിക്കും, ഈ ഇസം നിങ്ങളെ രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. അനേകർ വരും പ്രിയപ്പെട്ടവരെ. അപ്പൊ യേശുക്രിസ്തു പറയുവാണ്, നിങ്ങൾ ഇതൊന്നും കാര്യമാക്കണ്ട, വഞ്ചിക്കപ്പെടാതിരിക്കുവീൻ. വഞ്ചന വരികയാണ്. നമ്മുടെ ചുറ്റും അതല്ലേ നമ്മൾ കാണുന്നത്, ഇല്ലയോ? നമ്മുടെ ചുറ്റും അതല്ലയോ കാണുന്നത്? വഞ്ചിക്കപ്പെടുകയല്ലേ? എത്രയോ മതങ്ങൾ, എത്രയോ ഇസങ്ങൾ, എത്രയോ ഗുരുക്കന്മാർ, എത്രയോ നേതാക്കന്മാർ വന്ന് നമ്മളെ വഞ്ചിക്കുകയല്ലേ, സത്യത്തിൽ നിന്ന് അകറ്റുകയല്ലേ. സത്യമേവ ജയതേ, സത്യം ജയിക്കുന്നതിന് പകരം അസത്യമല്ലേ, നുണയല്ലേ, കളവല്ലേ, വഞ്ചനയല്ലേ. അതുകൊണ്ട് യേശു പറയുകയാണ്, വഞ്ചിക്കപ്പെടാതെ ഒരു വിധത്തിലും നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. വഞ്ചന വർദ്ധിക്കും, നുണ വർദ്ധിക്കും. ഇന്ന് ലോകം മൊത്തം നുണയും, നമ്മുടെ ഭാരതം തന്നെ എന്താ, നുണയും ഭയവുമാണ് ഇന്ന് ഭാരതത്തെ നിർവചിക്കുന്നത്. ലോകം മൊത്തം അത് തന്നെയാണ്. സത്യം ഒരിടത്തുമില്ല. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് യേശുക്രിസ്തു പറഞ്ഞല്ലേ, പക്ഷെ സത്യമില്ല അല്ലേ. അപ്പൊ ഓർത്തുക, വഞ്ചിക്കപ്പെടാം. ഇന്ന് രാവിലെ എനിക്ക് പറയുവാൻ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ചുറ്റും നടക്കുന്ന യേശുവാണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ രക്ഷകനാണ്, വിമോചനാണെന്ന് പറയുന്നതൊന്നും വിശ്വസിച്ച് തെറ്റിപ്പോയത്, വഞ്ചിക്കപ്പെടാതിരിക്കുകയും സൂക്ഷിക്കുകയും. അടുത്തത്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. യുദ്ധങ്ങൾ, യുദ്ധസ്തുതികൾ അല്ലേ, ചുറ്റും അതല്ലേ നടക്കുന്നത്. എവിടെയാണേലും യുദ്ധമല്ലേ, കലാപമല്ലേ, ദേശം ദേശത്തോട്, രാജ്യം രാജ്യത്തോട് യുദ്ധം ചെയ്യുകയാണ്. ഇസങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുകയാണ്. അതുകൊണ്ട് ഡു നോട്ട് ബി ഡിഫീറ്റഡ്. അത് വരും. ചഞ്ചലപ്പെടരുത്. ഡോണ്ട് ബി ഡിസ്കറേജ്ഡ്. നിരാശരാകരുത്. ചഞ്ചലപ്പെടരുത്, നിരാശരാകരുത്. മൂന്നാമത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചഞ്ചലപ്പെടാതെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇത് അവസാനം, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. ഡോണ്ട് ബി ഡിസ്കറേജ്ഡ്. ഇങ്ങനെ ഉണ്ടാകും. ക്ഷാമം ഉണ്ടാകാൻ പോവുകയാണ്. വലിയൊരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകാൻ പോവുകയാണ്. ഇൻഫ്ലേഷൻ വർദ്ധിക്കാൻ പോവുകയാണ്. അൺഎംപ്ലോയ്മെന്റ്, മനുഷ്യന് ജോലിയില്ല, കഷ്ടതയാണ്, ദുഃഖമാണ്, വേദനയാണ്, പ്രയാസങ്ങളാണ് അല്ലേ. ഇതൊക്കെ വർദ്ധിക്കും. പക്ഷെ ഇതൊക്കെ ഒരു ആരംഭമാണ്. ഇതിനേക്കാൾ വലിയ തീവ്രമായ ക്ഷാമം വരാൻ പോവുകയാണ്. അതിനുശേഷം താൻ പറയുന്നത്,
കള്ളപ്രവാചകന്മാർ പലരും വന്നേ തെറ്റിക്കും. 14 വാക്യത്തിൽ പറയുന്നത്, അതിന്റെ ഇടയ്ക്ക് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ശ്രദ്ധിക്കുക, താൻ പറയുകയാണ്, അനേകരെ തെറ്റിക്കാൻ വരും. വഞ്ചിതരാകരുത്, നിരാശരാകരുത്, പരാജിതരാകരുത്. അന്യോന്യം നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. 10 വാക്യത്തിൽ പറയുന്നുണ്ട്, അന്ന് അവൻ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികൾ നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. അതല്ലേ നാം കാണുന്ന പീഡനം, ക്രൈസ്തവ പീഡനം. ക്രിസ്തു മക്കളെ പീഡിപ്പിക്കുകയാണ് ഭാരതത്തിൽ ഇതല്ലേ നടക്കുന്നത്. എന്നാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ വരും, പേടിക്കണ്ട. പീഡനം വരും, പ്രശ്നങ്ങൾ വരും, സ്വന്തം വീട്ടിൽ നിന്ന് ഉപദ്രവങ്ങൾ വരും. നാം പേടിക്കേണ്ട ആവശ്യമില്ല. ഡോണ്ട് ബി ഡിഫീറ്റഡ്. പരാജിതരാകരുത്, വഞ്ചിതരാകരുത്, നിരാശരാകരുത്, ഡിപ്രഷൻ പാടില്ല. അതിനുശേഷം താൻ പറയുകയാണ്, ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം വരും. ലോകം വലിയ ഒരു കഷ്ടത്തിലേക്ക് വരികയാണ്. 32 വാക്യത്തിൽ, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തു എന്ന് നിങ്ങൾ അറിയുന്നു. ഈ അത്തിയുടെ തളർപ്പ് മറ്റ് വചനങ്ങളിൽ നിന്നും വായിച്ചാൽ മനസ്സിലാക്കുന്നത് ഇസ്രായേലിന്റെ തിരിച്ചുവരവാണ്. കഴിഞ്ഞ 77 വർഷമായി ഇസ്രായേൽ ഒരു രാജ്യമായി നിൽക്കുകയാണ്. എന്നാൽ ഇസ്രായേലിനെ തുടച്ചുമാക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് എത്രമാത്രം സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇസ്രായേല് കർത്താവാണ് അവരെ തൽക്കാലം അവിടെ രാജ്യമാക്കി വെച്ചിരിക്കുന്നത്. സകല രാജ്യങ്ങളും അവരെ കൈവിടും എന്നുള്ള സംശയമില്ല. അതിനുശേഷം താൻ പറയുന്നത്, എൻ്റെ വചനത്തിന് മാറ്റമില്ല, ഞാനാണ് നിങ്ങളെ കാക്കുന്നത്. 35 വാക്യത്തിൽ, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ശ്രദ്ധിക്കുക, നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഏക വചനം എന്ന് പറയുന്നത് യേശുക്രിസ്തു വചനമാണ്. നശിക്കുമീ ധരയ്ക്കുമീതിൽ ഉള്ളതൊക്കെ എങ്കിലും നശിക്കയില്ല, നാഥനാം അവൻ്റെ വാക്കൊരിക്കലും. യേശുക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ സംഭവിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിൽ നിന്ന് സംഭവിക്കുന്നതെല്ലാം സമകാലീന സംഭവങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണിത്. കള്ളക്രിസ്തുക്കൾ വരുന്നു, വഞ്ചകന്മാർ വരുന്നു, ക്ഷാമം വരുന്നു, എതിർപ്പുകൾ വരുന്നു, പീഡനം വരുന്നു, അല്ലേ? ഇതെല്ലാം ഇല്ലേ? മനുഷ്യൻ സംശയിക്കുന്നു, ദൈവത്തിന്റെ വചനം ഇതിനെ ചുട്ടരിക്കുന്നു. ഇന്ത്യയിൽ അതല്ലേ നടക്കുന്നത്? ബൈബിൾ കത്തിക്കുകയാണിന്ന്, ക്രിസ്തു മക്കളെ കൊല്ലുകയാണിന്ന്. ദൈവവചനം വേണ്ട എന്ന് പറയാണ്, ബൈബിളിനെ സംശയിക്കുകയാണ്. വേണ്ട, ഇതാണ് സുസ്ഥിരമായ വചനം, ഇത് വിശ്വസിക്കുക. അതിനുശേഷം ഇതാ യേശു ക്രിസ്തു തന്നെ പറഞ്ഞ കാര്യമാണ്, നോഹയുടെ കാലം പോലെയാകും തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചു വിവാഹം കഴിച്ചു വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യത്തിന്റെ പുരവും അങ്ങനെ തന്നെയാകും. ശ്രദ്ധിക്കുക, നോഹയുടെ കാലത്ത് എന്തായിരുന്നു? മഹാപാപം. ഇന്ന് ഈ നൂറ്റാണ്ടെന്ന് പറയുന്നത്, ഈ കാലം എന്ന് പറയുന്നത് എന്താ? നോഹയുടെ കാലമല്ലേ? നോഹ 120 വർഷം പ്രസവിച്ചു കടന്നു. ഇതാ വെള്ളപ്രളയം വരുന്നു, എന്നിട്ട് ലേപ്രളയം വന്നു, ലോകത്തെ മൊത്തം നശിപ്പിച്ചു. ഇത് ചരിത്ര വസ്തുതയാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ അതുണ്ട്. അതുപോലെയാകും അന്ത്യാണ്. കഴിഞ്ഞ 2000 വർഷമായി യേശു ക്രിസ്തു ഇത് പറഞ്ഞു. ഇന്ന് നാം താമസിക്കുന്ന ഈ ലോകം അതിക്രൂരമായ, അതിഭീതിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണ്. പാപം വർദ്ധിക്കാണ്. സിൻ ഈസ് റാമ്പന്റ്. അധാർമികത്വം, അനീതി, അക്രമം, അരാജകത്വം, അതല്ലേ നമുക്ക് ചുറ്റുമുള്ളത്. മനുഷ്യൻ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞ് ജീവിക്കുകയാണ്. എന്നാൽ മനുഷ്യത്വപുത്രൻ വരും ഒരു നാൾ, പെട്ടെന്ന് യേശു ക്രിസ്തു വരും. 42 വാക്യത്തിൽ, നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുന്നു എന്ന് നിങ്ങൾ അറിയായകൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളം യാമം ഇന്നതെന്ന് വീട്ടുടയൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് അറിയുന്നല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. ഈ വീഡിയോയിൽ ഞങ്ങൾ അതാ പറഞ്ഞിട്ട് ഒരുങ്ങിയിരിപ്പുണ്ട്. യേശു ക്രിസ്തു വരും. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയാമോ? അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിലും തെസ്സലോനിക്ക ലേഖനത്തിലും എല്ലാം പറയുന്നുണ്ട്, യേശു ക്രിസ്തു വരും. ഇനി ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്നത്, ഇസ്രായേലില് കാര്യങ്ങൾ വളരെ രൂക്ഷമായിട്ട് പോവുകയാണ്. അവർ ദൈവത്തെ വിളിക്കാൻ പോകും, പക്ഷേ തൽക്കാലം അവൻ കേൾക്കുകയില്ല. ഇനി സംഭവിക്കാൻ പോകുന്നത്, ഒരു സുപ്രഭാതത്തിൽ അല്ലെ ഏതെങ്കിലും ഒരു സമയം പെട്ടെന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെടുക്കപ്പെടും. തെസ്സലോനിക്ക ലേഖനത്തില് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും കൂടെ മേഘങ്ങളിൽ വരും. അവിടെ ക്രിസ്തുവിൽ മരിച്ചവർ എടുക്കുവർ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ വിശ്വസിച്ച് അന്ന് ജീവിക്കുന്നവർ എടുക്കപ്പെടും. We will be raptured. The resurrected and the raptured will have reunion.
അങ്ങനെ ഉയർത്തെഴുന്നേറ്റവരും ഉത്പ്രാപണം പ്രാപിച്ചവരും യേശു ക്രിസ്തുവിനെ എതിരേൽക്കും, ആകാശത്തിൽ എതിരേൽക്കും. അവനോട് കൂടി 7 വർഷമായിരിക്കും. ആ 7 വർഷം ഇവിടെ എതിർ ക്രിസ്തു അന്ത്യക്രിസ്തു ഭരിക്കാൻ പോവുകയാണ്. കാര്യങ്ങൾ അതിലേക്ക് പോവുകയാണ്. ഒരു ലോക നേതാവ് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. ഈ ലോകത്തിലെ ഇസ്രായേലിനോട് പറയും, ഞാൻ പ്രശ്നമെല്ലാം തീർക്കാമെന്ന് പറയും. ഒരു നേതാവ് വരും. ആ നേതാവ് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ട് ഇസ്രായേലുമായിട്ട് ഒരു 7 വർഷത്തെ ഉടമ്പടി ഉണ്ടാകും. 3.5 വർഷം ഒരു രീതിയിലുള്ള സമാധാനം ഉണ്ടാകും. 3.5 വർഷം കഴിയുമ്പോൾ ആ എതിർ ക്രിസ്തു അന്ത്യക്രിസ്തു അവരെ സഹായിച്ചു പണിഞ്ഞ ആ ദേവാലയത്തിൽ അവന്റെ പ്രതിമ വെക്കും. ആ പ്രതിമയെ നമസ്കരിക്കാൻ പറയും, ഒക്കത്തില്ല എന്ന് പറയും. അതിഭീകരമായ എതിരുകൾ, പീഡനം വരാൻ പോവുകയാണ്, മഹാപീഡനം വരാൻ പോവുകയാണ്. എന്നാൽ അതിന്റെ ഇടയ്ക്ക് 3.5 വർഷം കഴിഞ്ഞ് മനുഷ്യൻ, ഇസ്രായേൽ മക്കൾ വളരെ വിഷമിക്കുമ്പോൾ, ദുഃഖത്തിലായിരിക്കുമ്പോൾ, അങ്ങനെ ഈ 3.5 വർഷം താണ്ടും. 7 വർഷത്തിന്റെ അവസാനം എന്താ സംഭവിക്കാൻ പോകുന്നത്? അവർ കരയും. അതിന്റെ ഇടയ്ക്ക് വലിയൊരു ആക്രമണം ഉണ്ടാകും. ഹർമഗദോൻ യുദ്ധം വരാൻ പോവുകയാണ്. ഈ ഇസ്രായേൽ മക്കൾ കരയുമ്പോൾ, മശിഹായെ വരണം, ഞങ്ങളെ രക്ഷിക്കും എന്ന് പറയുമ്പോൾ, ഉൽപ്രാപണം പ്രാപിച്ച, ക്രിസ്തുവിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മക്കൾ, ദൈവമക്കൾ, ബൈബിൾ പ്രവർത്തകർ, അവര് ഒന്നിച്ച് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വരും. 7 വർഷം കഴിഞ്ഞു വരും. ഇവിടെ യെരുശലേം കേന്ദ്രമാക്കി 1000 ആണ്ട് വാഴാൻ പോവുകയാണ്. യേശുക്രിസ്തു വരാൻ പോവുകയാണ്. കഴിഞ്ഞ 2000 വർഷമായി ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നതാണ്. യേശുക്രിസ്തു വരും. ഈ ലോകത്തിലെ ഭരണാധികാരികളൊന്നും അല്ല ലോകം നിയന്ത്രിക്കാൻ പോകുന്നത്. യേശുക്രിസ്തു ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ്. യേശുക്രിസ്തുവിന്റെ ഭരണം നിത്യഭരണമാണ്. 1000 ആണ്ട് അവൻ വാഴാൻ പോവുകയാണ്. ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നാം എല്ലാവരും വാഴും. അതുകൊണ്ട് പറയുവാനുള്ളത്, ദിസ് ഈസ് ദ പ്രൊബേഷൻ പീരിയഡ്. 70 വർഷം 80 വർഷം നമുക്ക് തന്നിരിക്കുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനാണ്. ഈ ലോകത്തിൽ ക്രിസ്തു ഇല്ലാത്തവർ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നവരോട് യേശുവിൻ്റെ സ്നേഹത്തെ പറ്റി പറയുക. മറ്റൊരുത്തൻ രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ മനുഷ്യന് നൽകിയ വേറൊരു നാമവുമില്ല എന്ന് പറഞ്ഞ് ഉച്ചസ്ഥരം പ്രസ്താവിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നുള്ള ഏക ജോലിയാണ് ഈ പ്രൊബേഷൻ പീരീഡ് ഉള്ളത്. അത് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കാം. വഞ്ചിക്കപ്പെടരുത്, നിരാശരാകരുത്, പരാതിരാകരുത്, സന്ദേഹിക്കരുത്, ഒരുങ്ങിയിരിക്കാം, വ്യതിചലിക്കരുത്. യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് സേവിച്ച് അനുസരിച്ച് രാജ്യത്തിന് നന്മ പകർന്നുകൊണ്ട് മനുഷ്യകുലത്തിന് എല്ലാവിധമായ സഹായം ചെയ്തുകൊണ്ട് യേശുക്രിസ്തു വരവിനായിട്ട് നോക്കി ജീവിക്കാം. തന്നെത്താൻ ശുദ്ധീകരിച്ച് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.